കുട്ടികളുടെ കോൺഫിഡൻസിനെ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആയിട്ട് കാണാം. ഈ ഫ്ലവറിന് വെളിച്ചം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, കാറ്റ് ആവശ്യമാണ്, വായു ആവശ്യമാണ്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വെളിച്ചം ആവശ്യമില്ല, ഭയങ്കര ചൂട് ആവശ്യമില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാറ്റ് ആവശ്യമില്ല, ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഇതൊക്കെ ഈ പൂവിനെ പെട്ടെന്ന് നശിപ്പിക്കും. അതുകൊണ്ട് കുട്ടികൾ വളരുന്ന സമയത്ത് അവർക്ക് പ്രയാസങ്ങളുണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷേ ഈ പൂവ് പോലെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇവരിലേക്ക് ഹാഷ് ആയിട്ടുള്ള വേർഡ്സ് വരുന്ന സമയത്ത്, പെട്ടെന്ന് നിങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, തിരുത്തലുകൾ ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ വെരി സ്ട്രോങ് ആയിട്ട് തിരുത്തുന്ന സമയത്ത് അത് ബാഡ് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെറ്റുകൾ തിരുത്തിയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. പക്ഷേ ഹാഷ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ് ഈ പൂവിന് കിട്ടുന്നതെങ്കിൽ അവിടെ കുട്ടി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുട്ടിയെ കറക്റ്റ് ചെയ്യുക, ആളുകളുടെ മുന്നിൽ പബ്ലിക്കായിട്ട് കുട്ടീനെ ദേഷ്യപ്പെടുക, വളരെ ഹാഷായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡെലിഗേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ എന്താ സംഭവിക്കുക? അതിന് നമ്മൾ ചിന്തിക്കേണ്ടതേ ഈ പൂവിൻ്റെ വളർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളർച്ചയിലേക്കാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ തിരുത്താനുള്ള ധൃതിയിലേക്കാണോ എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ശരിക്കും ഗ്രോത്ത് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ എനിക്ക് എത്രത്തോളം ചെയ്യാം എന്നുള്ളതിലേക്കാണോ ഫോക്കസ്? നമ്മളുടെ പ്രയോറിറ്റി അവിടെ ഡിഫൈൻഡ് ആണോ എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ. എസ്പെഷ്യലി കുട്ടികളെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ തന്നെ കറക്റ്റ് ചെയ്താൽ മതിയാവും. അതാണ് അവർക്ക് ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ടച്ച് തരിക. മറ്റത് കുട്ടികളെ വല്ലാതെ ഹേർട്ട് ചെയ്യും.